ഇടുക്കിയിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത്. ഉപ്പുതോട് തങ്കമണി വില്ലേജുകളിൽ സ്ഥിതി രൂക്ഷമാണെന്നും പാറ ഖനനത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ സ്ഥിതി എത്രത്തോളം രൂക്ഷമെന്നാണ് പരാമർശമുള്ളത്? ദിവ്യ, 2024 ജനുവരി 1 മുതൽ ഈ കാലയളവ് വരെ ഏതാണ്ട് 27ലധികം റിപ്പോർട്ടുകൾ ഇടുക്കി ജില്ലയിലെ ഖനനവുമായി ബന്ധപ്പെട്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട രേഖയിൽ വ്യക്തമാക്കുന്നത്. അതിനോടനുബന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ വീണ്ടും മീഡിയ വൺ പുറത്തുവിടുന്നത്. അതായത് ഇടുക്കി ജില്ലയിൽ അനധികൃത ഖനനം വ്യാപകമായിട്ടാണ് നടക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായും ഈ ഉപ്പുതോട് തങ്കമണി വില്ലേജുകൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളത് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. സമ്പൂർണ്ണ പാറഖനനം നിരോധനം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. പ്രകൃതിയുടെ സന്തുലനാവസ്ഥ അനധികൃതമായി മണ്ണും നീക്കം ചെയ്യുന്നതും പാറ പൊട്ടിക്കുന്നതും മൂലം പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർന്നെന്നും ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, ഒപ്പം തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പൊതുപ്രവർത്തകൻ കളക്ടർക്ക് നൽകിയിരിക്കുന്ന പരാതി, ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും പരിശോധിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഈ പൊതുപ്രവർത്തകർ നൽകിയിരിക്കുന്ന പരാതിയിൽ ആരോപണമായി ഉന്നയിക്കുന്നത് ഇടുക്കി CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മരുമകൻ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി ഈ ഖനന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത് എന്ന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം CV വർഗീസ് ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തി അന്വേഷിക്കട്ടെ. പക്ഷേ ഊരും പേരുമില്ലാത്ത ഒരു പരാതിയുടെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരികയും ചെയ്തത്. എന്തായാലും ഇടുക്കി ജില്ലയിൽ വ്യാപകമായിട്ടുള്ള ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ നിർമ്മാണ നിയന്ത്രണങ്ങൾ നിലവിലുള്ള ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ നിരവധി ഡാമുകളുള്ള ജില്ലയാണ്. ഈ സംരക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഈ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതാണ് ഈ പരിശോധിക്കപ്പെടേണ്ടത്. ഒപ്പം തന്നെ ഇത്രമാത്രം റിപ്പോർട്ടുകൾ എല്ലാം തന്നെ ചെന്നിട്ടും അനധികൃത ഖനനം നടക്കുന്നുണ്ടെന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച വരുത്തുന്നു, ഇതിന് പിന്നിൽ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ ഉണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നും ഈ പരാതിക്കാരെല്ലാം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏറ്റവും പ്രധാനമായിട്ടും ജില്ലയിൽ നിലനിൽക്കുന്ന സങ്കീർണമായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഖനന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. വികസന പദ്ധതികൾ എന്ന പേരിൽ ജില്ലയിൽ ഉടനീളം റോഡുകൾ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ ഈ പാറകൾ വ്യാപകമായി പൊട്ടിച്ച് കടത്തുന്നുണ്ട്. കാരണം ഈ റോഡ് നിർമ്മിക്കാൻ കാലാവധി നീട്ടി ഈ പാറ ഖനനം നടത്തുന്നതായാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം കാർഷിക പ്രശ്നങ്ങളാണ്, കാർഷിക മേഖലയാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് വ്യാപകമായി കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ പ്രദേശങ്ങളിൽ കുളം നിർമ്മിക്കാൻ എന്ന പേരിൽ അനുമതി വാങ്ങും, അതിനുശേഷം വ്യാപകമായി പാറ പൊട്ടിച്ച് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കണ്ടെത്തലുകളും അതിനെ തുടർന്നുള്ള പരാതികളും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ നിലവിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന ഏതായാലും റവന്യൂ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സബ് കളക്ടർമാർക്കാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല. ഒപ്പം തന്നെ ഈ പ്രധാനമായും ഈ പാറ ഖനനം കൂടുതലായി നടക്കുന്ന പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലെ SHOമാർ, തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, ജിയോളജിസ്റ്റ് ഇവരെ കേന്ദ്രീകരിച്ച ഇവരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന നടക്കുക. പ്രധാനമായും രണ്ടിടങ്ങളിൽ ഇപ്പോൾ ഇന്നലെ തന്നെ റവന്യൂ വകുപ്പിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ ഈ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കുമോ സിജോ പരിശോധന? ഏറ്റവും പ്രധാനമായും ഈ പാറ ഖനനം കൂടുതലായി നടക്കുന്നത് പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കിലാണ്. അതിൽ തന്നെ ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ഖനനം നടന്നിട്ടുള്ളത്. ഒപ്പം ഈ പ്രധാനമായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംരക്ഷിത പ്രദേശങ്ങൾ, അതുകൂടാതെ തന്നെ നിർമ്മാണ നിരോധനം അടക്കം ഈ പാറ ഖനനത്തിന് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എല്ലാം ഖനനം നടക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, കുത്തകപ്പാട്ട ഭൂമിയിലും ഒപ്പം തന്നെ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലും ഖനനം നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട്
മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളൊരു കാരണവും തന്നെ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെ പാറ ഖനനവുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനോടനുബന്ധമായാണ് ഈ വാക്കുകളെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഏതാണ്ട് 11,000 മെട്രിക് ടൺ പാറ ഇവിടുന്ന് പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. അതിൽ റോയൽറ്റി കോമ്പൗണ്ടിംഗ് ഫീസും വിലയായിട്ടും ഏതാണ്ട് 32 ലക്ഷത്തിലധികം രൂപ ഈടാക്കേണ്ടതുണ്ട് എന്ന് കാട്ടിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഓരോ തലത്തിലും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ പാറ ക്വാറികളടക്കം പ്രവർത്തിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിലൊരു വ്യക്തത ഇതുവരെ റവന്യൂ വകുപ്പിന് ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള കാരണമാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതും. ദിവ്യ, ഇടുക്കിയിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ വരെ ഖനനം അതിരൂക്ഷമെന്നാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.